നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 29-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേന്ദ്ര സർക്കാർ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ 15% നിന്നും 6% കുത്തനെ കുറയ്ക്കാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വിദേശ നാണയ ശേഖരം സംരക്ഷിക്കുന്നതിനായി മുൻപ് മെയ് മാസത്തിൽ തീരുവ ഉയർത്തിയിരുന്നെങ്കിലും സ്വർണത്തിന്റെ ഇറക്കുമതിയിൽ വലിയ കുറവുണ്ടായില്ല. പകരം ഉയർന്ന നികുതി കാരണം നിയമപരമായ സ്വർണത്തിനും അനധികൃത സ്വർണത്തിനും തമ്മിൽ വൻ വില വ്യത്യാസം വരികയും സ്വർണ്ണക്കള്ളക്കടത്ത് വലിയ രീതിയിൽ വർദ്ധിക്കുകയും ചെയ്തു. ഇതിന് പരിഹാരമെന്നോണമാണ് ഇറക്കുമതി തീരുവ വീണ്ടും 6% സർക്കാർ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. തീരുവ കുറയ്ക്കുന്നത് വഴി കള്ളക്കടത്ത് തടയാനും നിയമപരമായ സ്വർണ്ണ വ്യാപാരം പ്രോത്സാഹിപ്പിക്കാനും സാധിക്കുമെന്ന് വ്യവസായ ലോകം കരുതുന്നു. തീരുവ വർദ്ധിപ്പിച്ച മാസങ്ങളിൽ ഇറക്കുമതി തടയാൻ കഴിഞ്ഞില്ലെങ്കിലും സർക്കാരിന് വലിയ സാമ്പത്തിക നേട്ടമാണ് ഇതിലൂടെ ഉണ്ടായത്. മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള ചുരുങ്ങിയ കാലയളവിൽ മാത്രം 10,040 കോടി രൂപ കസ്റ്റംസ് തീരുവയായി സർക്കാരിലേക്ക് എത്തിയെന്നാണ് കണക്കുകൾ. ഇപ്പോൾ നികുതി കുറയ്ക്കാൻ തീരുമാനിച്ചാൽ അത് രാജ്യത്തെ സ്വർണ്ണവിലയിലും വലിയ പ്രതിഫലനമുണ്ടാക്കും. ഇറക്കുമതി ചെലവ് കുറയുന്നതോടെ സ്വർണം പവന് 10,000 രൂപയോളം കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വിപണി വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. എന്നാൽ അന്താരാഷ്ട്ര വിപണിയിലെ വില വ്യതിയാനങ്ങൾ, ഡോളറുമായുള്ള രൂപയുടെ മൂല്യം, GST, നിർമ്മാണ ചെലവ് എന്നിവ കൂടി ആശ്രയിച്ചായിരിക്കും ഉപഭോക്താവിന് ലഭിക്കുന്ന അന്തിമ വിലക്കുറവ്. സ്വർണത്തിന് പുറമെ വെള്ളി, പ്ലാറ്റിനം എന്നിവയുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കുന്ന കാര്യത്തിലും കേന്ദ്ര സർക്കാർ ഉടൻ തീരുമാനമെടുത്തേക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: നികുതി ഓഡിറ്റ് നിർബന്ധമില്ലാത്ത ചെറുകിട സംരംഭകർ, ഫ്രീലാൻസർമാർ, മറ്റ് പ്രൊഫഷണലുകൾ എന്നിവർക്ക് 2026-27 അസസ്മെന്റ് വർഷത്തെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 31. ശമ്പള വരുമാനക്കാരുടെ സമയപരിധി ജൂലൈ 31 അവസാനിച്ചെങ്കിലും ഇത്തവണ ഓരോ വിഭാഗത്തിനും വ്യത്യസ്ത സമയപരിധികൾ നൽകിയതിനാലാണ് ചെറുകിട വ്യാപാരികൾക്ക് അധിക സമയം ലഭിച്ചത്. എന്നാൽ ടാക്സ് ഓഡിറ്റ് ആവശ്യമായ സ്ഥാപനങ്ങൾ ഒക്ടോബർ 31-നകവും അന്താരാഷ്ട്ര ബിസിനസ് ഇടപാടുകളുള്ളവർ നവംബർ 30-നകവുമാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഓഗസ്റ്റ് 31-നുള്ളിൽ റിട്ടേൺ നൽകാൻ സാധിക്കാത്തവർക്ക് പിഴയോടെ ഡിസംബർ 31 വരെ വൈകിയ റിട്ടേൺ സമർപ്പിക്കാൻ അവസരമുണ്ട്. വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് 1000 രൂപയും 5 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് 5000 രൂപയുമാണ് വൈകിയ റിട്ടേണിന്റെ ഫീസ്. കൂടാതെ അടച്ചു തീർക്കാനുള്ള നികുതി തുകയ്ക്ക് പലിശയും നൽകേണ്ടി വരും. സമർപ്പിച്ച റിട്ടേണിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ 2027 മാർച്ച് 31 വരെ സമയമുണ്ട്. എങ്കിലും അവസാന നിമിഷത്തെ തിടുക്കം ഒഴിവാക്കാൻ ആവശ്യമായ രേഖകൾ നേരത്തെ തന്നെ തയ്യാറാക്കി സമയബന്ധിതമായി റിട്ടേൺ സമർപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വനിതകൾക്ക് വീടുകൾ അറ്റകുറ്റപ്പണി ചെയ്യാൻ കേരള സർക്കാരിന്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അവസരമൊരുക്കുന്നു. ഇമ്പിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി വഴി മേൽക്കൂര, ഭിത്തി, ഇലക്ട്രിഫിക്കേഷൻ, പ്ലംബിംഗ് തുടങ്ങിയ പണികൾക്കായി 50,000 രൂപ വരെയാണ് തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത ധനസഹായമായി ലഭിക്കുന്നത്. സംസ്ഥാനത്തെ മുസ്ലിം, ക്രിസ്ത്യൻ, ജൈന, സിഖ്, പാർസി, ബുദ്ധ വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾ, നിയമപരമായി ബന്ധം വേർപെടുത്തിയവർ, ഭർത്താവ് ഉപേക്ഷിച്ചവർ എന്നിവർക്കാണ് ഈ സഹായം നൽകുന്നത്. കുടുംബത്തിലെ ഏക വരുമാനദായകയും 1200 ചതുരശ്ര അടിയിൽ താഴെ വിസ്തീർണമുള്ള വീടുമുള്ളവരായിരിക്കണം അപേക്ഷകർ. BPL വിഭാഗക്കാർ, ഭിന്നശേഷിക്കാരായ മക്കളുള്ളവർ, പെൺകുട്ടികൾ മാത്രമുള്ള കുടുംബങ്ങൾ, ക്യാൻസർ അല്ലെങ്കിൽ വൃക്കരോഗം പോലുള്ള ഗുരുതര രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ എന്നിവർക്ക് തിരഞ്ഞെടുപ്പിൽ പ്രത്യേക മുൻഗണന ലഭിക്കും. എന്നാൽ മക്കൾക്ക് സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ജോലിയുള്ളവർക്കും കഴിഞ്ഞ 10 വർഷത്തിനിടെ ഭവന പദ്ധതികൾ വഴി സർക്കാരിൽ നിന്ന് ആനുകൂല്യം ലഭിച്ചവർക്കും അപേക്ഷിക്കാൻ അർഹതയുണ്ടായിരിക്കില്ല. ഈ ആനുകൂല്യം ലഭിക്കുന്നതിനായി minority-welfare.kerala.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിക്കേണ്ടതാണ്. റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, കരമുടുക്കിയ രസീത്, സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ്, വിവാഹബന്ധം വേർപെടുത്തിയത് അല്ലെങ്കിൽ ഭർത്താവിന്റെ മരണം തെളിയിക്കുന്ന രേഖ, വീടിന്റെ വിസ്തീർണവും അറ്റകുറ്റപ്പണിയുടെ ആവശ്യകതയും സാക്ഷ്യപ്പെടുത്തുന്ന വില്ലേജ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ ഉദ്യോഗസ്ഥന്റെ സാക്ഷ്യപത്രം എന്നിവ ഇതിനൊപ്പം ഉള്ളടക്കം ചെയ്യണം. തയ്യാറടക്കിയ അപേക്ഷകൾ അതത് ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ തപാൽ മാർഗമോ സമയബന്ധിതമായി സമർപ്പിക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഇന്ത്യൻ തപാൽ വകുപ്പിൽ ഗ്രാമീൺ ഡാക് സേവക്, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്നീ വിവിധ തസ്തികകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും പുതിയ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്.
10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ളവർക്ക് കേന്ദ്ര സർക്കാർ മേഖലയിൽ ജോലി നേടാനുള്ള മികച്ചൊരു അവസരമാണിത്. ഗണിതവും ഇംഗ്ലീഷും പ്രധാന വിഷയങ്ങളായി പഠിച്ച് 10ാം ക്ലാസ് വിജയിച്ചവർക്കും 18നും 40നും ഇടയിൽ പ്രായമുള്ളവർക്കും ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഒപ്പം അപേക്ഷകർ 10ാം ക്ലാസ് വരെയെങ്കിലും പ്രാദേശിക ഭാഷ ഒരു വിഷയമായി പഠിച്ചിരിക്കണം എന്നതും നിർബന്ധമാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തസ്തികയ്ക്ക് അനുസൃതമായി 10,000 രൂപ മുതൽ 29,380 രൂപ വരെ അടിസ്ഥാന ശമ്പളം ലഭിക്കുന്നതാണ്. കൂടാതെ കൃത്യമായ ഇടവേളകളിൽ ലഭിക്കുന്ന 3% വാർഷിക ശമ്പള വർധനവ്, ക്ഷാമബത്ത, മറ്റ് അലവൻസുകൾ, ഗ്രാറ്റുവിറ്റി, സർവീസ് ഡിസ്ചാർജ് ബെനഫിറ്റ് സ്കീം തുടങ്ങിയ ആകർഷകമായ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളും തപാൽ വകുപ്പ് ജീവനക്കാർക്ക് ഉറപ്പു നൽകുന്നുണ്ട്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 19 വരെയുള്ള തീയതികളിൽ ഔദ്യോഗിക പോർട്ടൽ വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. അതിനുശേഷം സെപ്റ്റംബർ 2 മുതൽ 21 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനും ഫീസ് അടയ്ക്കാനും സാധിക്കുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനായി സെപ്റ്റംബർ 23, 24 തീയതികളിൽ പ്രത്യേക അവസരവും നൽകുന്നുണ്ട്. പൊതുവിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷകർക്ക് 100 രൂപയാണ് ഫീസ് വരുന്നത്. ഇത് ഓൺലൈനായി അടയ്ക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ സ്ത്രീകൾ, SC, ST, ഭിന്നശേഷിക്കാർ, ട്രാൻസ് വുമൺ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് അപേക്ഷാ ഫീസ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഒരു പ്രധാനപ്പെട്ട വാർത്ത നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്: ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ ഗുണഭോക്താക്കളും സെപ്റ്റംബർ 30-നകം ബയോമെട്രിക് മസ്റ്ററിംഗ് പ്രക്രിയ നിർബന്ധമായും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതുവരെയും മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കാത്തവർ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തന്നെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ഇത് കൃത്യമായി ചെയ്യേണ്ടതാണ്. എന്നാൽ ശാരീരിക പ്രയാസങ്ങൾ മൂലമോ മറ്റു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുവാൻ സാധിക്കാത്ത കിടപ്പ് രോഗികളായ ആളുകൾക്കായി പ്രത്യേകം സൗകര്യം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ളവർ തങ്ങൾ നേരിടുന്ന വിഷയം ബന്ധപ്പെട്ട വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ കൃത്യമായി അറിയിക്കേണ്ടതാണ്. ഇങ്ങനെ വിവരങ്ങൾ കൈമാറുന്ന കിടപ്പ് രോഗികളുടെ വീടുകളിൽ അക്ഷയ ജീവനക്കാർ നേരിട്ടെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കി നൽകുന്നതാണ്. ഇതിനായി ജീവനക്കാർക്ക് തടസ്സമില്ലാത്ത വീടുകളിലേക്ക് എത്തുന്നതിനായി കൃത്യമായ മൊബൈൽ നമ്പറും വിലാസവും ലൊക്കേഷനും നൽകാൻ ഗുണഭോക്താക്കളും അവരുടെ ബന്ധുക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് പെൻഷൻകാരെ ബാധിക്കുന്ന മറ്റൊരു നിർണായകമായ അറിയിപ്പ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങി വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന 24 ലക്ഷത്തോളം വരുന്ന ആളുകളെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണിത്. നിലവിൽ സഹകരണ ബാങ്ക് ഏജന്റുമാർ വഴി ഗുണഭോക്താക്കളുടെ വീടുകളിൽ നേരിട്ട് പെൻഷൻ തുക എത്തിക്കുന്ന ഹോം ഡെലിവറി രീതി അവസാനിച്ചു. പെൻഷൻ തുക മുഴുവനായും DBT, അതായത് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രം നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത മാസങ്ങളോടെ എല്ലാവരും തങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അധികൃതർക്ക് നൽകേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ഇതുവരെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരും നിലവിൽ അക്കൗണ്ട് ഉണ്ടായിട്ടും സാമ്പത്തിക ഇടപാടുകൾ നടത്താത്തത് കാരണം മരവിച്ചുപോയ അക്കൗണ്ടുകൾ ഉള്ളവരും തങ്ങളുടെ ആധാർ കാർഡും KYC രേഖകളും നൽകി ഉടൻ തന്നെ അടുത്തുള്ള ബാങ്കുകളിലെത്തി അക്കൗണ്ടുകൾ പുതുക്കി സജീവമാക്കേണ്ടതുണ്ട്. എന്നാൽ നിലവിൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നേരിട്ട് പെൻഷൻ തുക വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഇതിനായി പുതിയ അക്കൗണ്ടുകൾ എടുക്കേണ്ടതില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണോ അതോ പ്രത്യേക ഓൺലൈൻ പോർട്ടൽ വഴിയാണോ അക്കൗണ്ട് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത് എന്ന കാര്യത്തിലുള്ള കൃത്യമായ ഔദ്യോഗിക മാർഗനിർദ്ദേശം ഉടൻ തന്നെ പുറത്തു വരുന്നതാണ്. ഇടനിലക്കാരുടെയും ബാങ്ക് ഏജന്റുമാരുടെയും സാന്നിധ്യവും അതുമൂലമുണ്ടാകുന്ന കാലതാമസവും പൂർണ്ണമായും ഒഴിവാക്കി സർക്കാർ അനുവദിക്കുന്ന ആനുകൂല്യ തുക അനായാസമായും സുതാര്യമായും അതേ ദിവസം തന്നെ ഗുണഭോക്താവിന്റെ അക്കൗണ്ടിൽ എത്തിച്ചേരുമെന്നതാണ് ഈ പുതിയ രീതിയിലൂടെ ഏറ്റവും വലിയ മേന്മ. അതേസമയം കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കിടപ്പ് രോഗികൾ, സ്വയം ബാങ്കിൽ പോകാൻ സാധിക്കാത്ത അവശരായ വയോധികർ, തീവ്ര ഭിന്നശേഷിക്കാർ എന്നിവരുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണന നൽകാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇവർക്ക് ബാങ്ക് അക്കൗണ്ട് ലഭിക്കാൻ തടസ്സമുണ്ടെങ്കിൽ പോലും വീട്ടിൽ നേരിട്ട് പെൻഷൻ എത്തിക്കുന്ന നിലവിലെ രീതി ആവശ്യമായ ഇളവുകളോടെ തുടർന്നും നിലനിർത്താനാണ് സാധ്യത. ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ് തുടരുന്നു. വ്യാഴാഴ്ച ഉണ്ടായ ഇരട്ട ഇടിവിന് പിന്നാലെ ഇന്നലെ ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ചയും സ്വർണ്ണ നിരക്കുകൾ താഴേക്ക് പോയി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 14,650 രൂപയും പവന് 600 രൂപ കുറഞ്ഞ് 1,17,200 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്ത ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.